പ്രചാരണം തുടങ്ങിയതോടെ സിപിഎമ്മിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമത ഭീഷണിയുണ്ട്. വാഴോട്ടുകോണം വാർഡിൽ സിപിഎമ്മിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരത്തിന് ഒരുങ്ങുന്നത്. ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ ചെമ്പഴന്തി വാർഡിലും സ്ഥാനാർത്ഥിയാവുകയാണ്. വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മത്സരം നടക്കുന്ന വാർഡാണ്. അവരുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. അവിടെയാണ് സിപിഎമ്മിൻ്റെ ഒരു നേതാവ് തന്നെ മത്സരത്തിനിറങ്ങും. സ്ഥാനാർത്ഥിയെ സിപിഎം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീണ്ടും പ്രചാരണത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു തീരുമാനം? സിപിഎം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലോ. ലോക്കൽ കമ്മിറ്റിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്ക് എതിരായിട്ടുള്ള തിരുത്തൽ ശക്തിയായിട്ടാണ് ഞങ്ങൾ വരുന്നത്. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തന്നെയാണോ തീരുമാനം? എന്താ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പാർട്ടിയെ ധിക്കരിക്കുകയല്ല, പാർട്ടിയുടെ തെറ്റായ പോക്കിനെതിരായിട്ടുള്ളൊരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളാനാണ് ഞാൻ തീരുമാനിച്ചത്. ആ തിരുത്തൽ ശക്തിക്ക് ജനങ്ങൾ പിന്തുണ തരികയാണെങ്കിൽ ഞാൻ ജയിക്കും. സംഘടന അറിഞ്ഞുകൂടാത്തവർ ലീഡർഷിപ്പിലേക്ക് വന്നതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പാളിച്ചകളാണിത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാർട്ടി തലത്തിലൊരു നടപടിയൊക്കെ വരില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. പാർട്ടി എന്നെ പുറത്താക്കും എന്നുള്ള എനിക്കറിയാം. അതാണല്ലോ ചെയ്യേണ്ടത് പാർട്ടി. വട്ടിയൂർക്കാവ് പഞ്ചായത്തായിരുന്ന സമയത്ത് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇവിടുത്തെ ഒരു ജനകീയ നേതാവ് കൂടിയാണ്. അങ്ങനെ ഒരു സിപിഎം നേതാവാണ് ഇപ്പോൾ പാർട്ടിക്ക് എതിരായി നിൽക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതെല്ലാമാണ് കെ.വി. മോഹനൻ വ്യക്തമാക്കിയത്. സിപിഎം ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ ചെമ്പഴന്തി വാർഡിൽ വിമതയായി രംഗത്തുണ്ട്. നേരത്തെ 2005-2010 കാലയളവിൽ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആനി അശോകനെ പാർട്ടി അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിപിഎമ്മിനെതിരെയുള്ള വിമത നീക്കം. ജാതിയുണ്ട്, പണമുണ്ട്, എല്ലാ രീതിയിലുമാണ് എന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ബലിയാടാവുകയാണ്. എന്നെപ്പോലെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ പാർട്ടിക്കകത്തിട്ട് ഇതേപോലെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ചെയ്യാൻ പറ്റാതെ അച്ചടക്കമുള്ളവർ കേഡർമാരായിട്ട് ഇതിനകത്ത് ഇങ്ങനെ മാനസിക വ്യത അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി വരെ അങ്ങനെയുള്ള ആൾക്കാരെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരെ ഇദ്ദേഹം കേന്ദ്രീകരിച്ച് വെച്ചിട്ടുണ്ട്. വിമത സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങിയതോടെ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രണ്ട് വാർഡിലും UDF-ഉം BJP-യും. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് പാർട്ടി നേതൃത്വം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.